നമസ്കാരം. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ ദിശ അതിവേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഇസ്രയേലും അമേരിക്കയും ചേർന്നുള്ള ശക്തി പ്രകടനമായിരുന്നു ലോകം കണ്ടത്. എന്നാൽ ഇപ്പോൾ ഇറാൻ എന്ത് വില കൊടുത്തും പിന്നോട്ടില്ല എന്ന നിലപാടോടെ മുന്നേറുകയാണ്. മിസൈൽ ആക്രമണങ്ങളും കടുത്ത മുന്നറിയിപ്പുകളും മാത്രമല്ല, ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ സമ്മർദ്ദത്തിലാക്കുന്ന നീക്കങ്ങളാണ് ഇറാൻ ഇപ്പോൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം ലോക രാഷ്ട്രീയത്തിന്റെ ഗതി തന്നെ മാറ്റാൻ സാധ്യതയുള്ള വലിയ പ്രതിസന്ധിയായി മാറുകയാണ്. ഇറാന്റെ ഏറ്റവും വലിയ ശക്തി ഇപ്പോൾ അവരുടെ ആത്മവിശ്വാസമാണ്. അമേരിക്കയുടെ ഉപരോധങ്ങളും സൈനിക സമ്മർദ്ദങ്ങളും തുടർച്ചയായ ആക്രമണങ്ങളും ഉണ്ടായിട്ടും ടെഹ്റാൻ വഴങ്ങാൻ തയ്യാറല്ല. ഹോർമൂസ് കടലിടുക്കിൽ നിയന്ത്രണം ശക്തമാക്കുകയും അമേരിക്കൻ താൽപര്യങ്ങൾക്ക് നേരിട്ട് വെല്ലുവിളി ഉയർത്തുകയും ചെയ്യുന്ന നടപടികളാണ് ഇറാൻ സ്വീകരിച്ചു വരുന്നത്. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ പ്രധാന പാതയായ ഈ കടലിടുക്കിൽ ചെറിയ അസ്ഥിരത പോലും ഉണ്ടാകുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും. അതാണ് ഇപ്പോൾ ലോകരാജ്യങ്ങളെ ഭയപ്പെടുത്തുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ സ്ഥിരമായ ടോൾ സംവിധാനം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തിയിരിക്കുകയാണ് ഇറാനും ഒമാനും. ഫ്രാൻസിലെ ഇറാൻ അംബാസിഡർ മുഹമ്മദ് അമീൻ നൈജാഡ് ബുധനാഴ്ച പാരീസിൽ ബ്ലൂംബർഗിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത് സംബന്ധിച്ച സൂചനകൾ പുറത്തുവിട്ടത്. അത്യാവശ്യം ചെലവ് വരുന്ന നടപടിയാണ് ഇതെന്നും ഹോർമൂസ് കടക്കേണ്ടവർ വിഹിതം നൽകേണ്ടി വരുമെന്നും അംബാസിഡർ വ്യക്തമാക്കി. എന്നാൽ ഇതൊരു സുതാര്യ സംവിധാനമായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഹോർമൂസിലൂടെയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടിട്ടില്ല എന്ന് മുഹമ്മദ് അമീൻ നജാഡ് അവകാശപ്പെട്ടു. കഴിഞ്ഞ ചൊവ്വ ബുധൻ ദിവസങ്ങൾക്കിടയിൽ 26 ടാങ്കറുകളും മറ്റു കപ്പലുകളും കടന്നുപോയിട്ടുണ്ടെന്നും ഇറാൻ പറഞ്ഞു. അതേസമയം ഹോർമൂസിൽ ടോൾ സംവിധാനം സ്വീകാര്യമല്ല എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെയും വ്യക്തമാക്കിയിരുന്നു. US ഇസ്രയേൽ വ്യോമാക്രമണത്തെ തുടർന്ന് ഫെബ്രുവരിയിലാണ് ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചത്. ഇറാനും ഒമാനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഈ കടൽപാതയാണ് പേർഷ്യൻ ഗൾഫിനെ ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധിപ്പിക്കുന്നത്. അമേരിക്കയുടെ നിലപാടും ഇപ്പോൾ നിർണായക ഘട്ടത്തിലാണ്. ട്രംപ് ഭരണകൂടം ഒരു വശത്ത് സമാധാന ചർച്ചകളുടെ സാധ്യത തുറന്നു വെക്കുമ്പോഴും മറുവശത്ത് കൂടുതൽ സൈനിക ശക്തി പശ്ചിമേഷ്യയിലേക്ക് എത്തിക്കുന്നതിൽ വ്യാപൃതരാണ്. ഇറാൻ വഴങ്ങുന്നില്ല എങ്കിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും അമേരിക്ക നൽകി കഴിഞ്ഞു. എന്നാൽ അമേരിക്ക പൂർണ്ണ യുദ്ധത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അത് പശ്ചിമേഷ്യ മുഴുവൻ തീയിലാഴ്ത്താൻ സാധ്യതയുണ്ട് എന്നാണ് അന്താരാഷ്ട്ര വിലയിരുത്തൽ. ഈ യുദ്ധം ലോകരാഷ്ട്രങ്ങളെയും ഗുരുതരമായി ബാധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. യൂറോപ്യൻ രാജ്യങ്ങൾ ഊർജ്ജ പ്രതിസന്ധിയെ ഭയന്നു തുടങ്ങി. ചൈനയും റഷ്യയും അമേരിക്കൻ നീക്കങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ വലിയ ആശങ്കയുണ്ട്. കാരണം യുദ്ധം നീണ്ടാൽ അവരുടെ സുരക്ഷയും സമ്പദ് വ്യവസ്ഥയും നേരിട്ട് ബാധിക്കപ്പെടും. ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്കും ഇത് വലിയ വെല്ലുവിളിയാണ്. എണ്ണവില ഉയരുക, വിമാന സർവീസുകൾ തടസ്സപ്പെടുക, ഗൾഫിലുള്ള പ്രവാസികളുടെ സുരക്ഷ ഭീഷണിയിലാവുക എന്നിവ ഇന്ത്യയെ നേരിട്ട് ബാധിക്കുന്നവയാണ്. ഇപ്പോൾ ലോകം ചോദിക്കുന്നത് ഒരു കാര്യമാണ്: ഇറാൻ ശരിക്കും രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോയാൽ അമേരിക്ക എത്രത്തോളം കടുത്ത നിലപാടെടുക്കും? കാരണം അമേരിക്കയുടെ നേരിട്ടുള്ള വലിയ സൈനിക ഇടപെടൽ ആരംഭിച്ചാൽ അത് മൂന്നാം ലോക മഹായുദ്ധ ഭീതിയിലേക്ക് പോലും കാര്യങ്ങൾ നീങ്ങാൻ ഇടയാക്കും. യുദ്ധത്തിന്റെ സ്വഭാവം മാറുകയാണ്. ആദ്യം ശക്തിയുടെ പ്രകടനമായിരുന്ന പോരാട്ടം ഇപ്പോൾ നിലനിൽപ്പിനായുള്ള ഏറ്റുമുട്ടലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഓരോ പുതിയ ദിവസവും ലോകത്തിന് മുന്നിൽ എത്തുന്നത് കൂടുതൽ ഭീതിജനകമായ വാർത്തകളുമായാണ്.